സന്ധ്യയാകുമ്പോ ഒരുപാട് രാമ 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 പാകിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാകിമ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ പ്രധാനപ്പെട്ട ആദരവ് ആരിൽ നിന്നും കിട്ടുന്ന ആദരവാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ശത്രുവിൽ നിന്നും കിട്ടുന്ന ആദരവാണ്. ഹനുമാൻ ഏറ്റവും കൂടുതലായി ഓർക്കുന്നത് ആരെയാണെന്നൊരു കണക്കെടുപ്പ് നടത്തിയപ്പോൾ സാക്ഷാൽ ശ്രീരാമൻ പോലും 2ാം സ്ഥാനത്താണ് എത്തിയത്. കാരണം ഹനുമാൻ ഏറ്റവും കൂടുതലായി ഓർക്കാറുള്ളത് രാവണനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ശത്രുവായ ഹനുമാനിൽ നിന്നും ലഭിച്ച ആദരവ് വലിയ അംഗീകാരമായിട്ടാണ് രാവണൻ കണ്ടത്. ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം, കുറച്ചു നാളുകളായി സംഘപരിവാറുകാരാൽ ആദരിക്കപ്പെടുകയും ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മുസ്ലിം പണ്ഡിതനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇസ്ലാമിക വൈജ്ഞാനിക വേദികളിലെ പ്രഭാഷണ വേദികളിൽ തൻ്റെതായ ഒരിടം കണ്ടെത്തിയ അനുഗ്രഹീത പ്രഭാഷകൻ കബീർ ബാക്കവിയാണ് ആ മുസ്ലിം പണ്ഡിതൻ. ഏതാണ്ട് 8 മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് കബീർ ബാക്കവി നടത്തിയ ഒരു പ്രസംഗത്തിനിടയിൽ വേദിയിൽ നിന്നും ആരോ ആവശ്യപ്പെട്ട പ്രകാരം തൻ്റെ പ്രസംഗത്തിനിടയിൽ അതിരാവിലെ ക്ഷേത്രങ്ങളിൽ നിന്നും കേൾക്കുന്ന സങ്കീർത്തനത്തിലെ കുറച്ച് വരികൾ ചൊല്ലുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഉസ്താദിന് കൗസല്യ സുപ്രജ എന്ന വരികൾ ഒരുപാട് ക്ലിപ്പുകളിൽ കേട്ടിട്ടുണ്ട്. ഒന്ന് ഇവിടെയും ഒന്ന് പാടണം. അതാണിപ്പോൾ എന്തോ വലിയ സംഭവമായി, ഏതോ മഹത്തായ മാതൃകയായി RSSകാർ അല്ലെങ്കിൽ സംഘപരിവാറുകാർ സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഘികളെ ആവേശത്തിരകളാൽ ആനന്ദമാടിച്ച, കോരിത്തരിപ്പിച്ച, പുളകച്ചാർ തണിയിച്ച, രോമാഞ്ച കഞ്ചുക നടനമാടിച്ച ബാക്കവി ചൊല്ലിയ ആ സങ്കീർത്തന വരികൾ ഇതാണ്. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാതുലം കർത്തവ്യം ദൈവമാന്തിതം ഉത്തിഷ്ഠോദിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത പ്രൈലോഹ്യം മംഗളം ഗുരു കമലാകുജ തിന്ദിന കുങ്കുമതോ നിയതാതുനി താതുല നീലതനോ. കൗസല്യ സുപ്രജാരാമ പൂർവ സന്ധ്യ പ്രവർത്തതേ, ഇത് കേൾക്കാത്തവരായി ഒരു മലയാളിയും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓ രാമ, കൗസല്യയുടെ ഏറ്റവും മിടുക്കനായ പുത്ര, ഈ ഉഷസന്ധ്യയിൽ അതാ കിഴക്ക് പ്രഭാതം അതിവേഗത്തിൽ വന്നണയുന്നു. നരോത്തമനായ അവിടുന്ന് ദൈവികമായ കർത്തവ്യങ്ങളിലേക്ക് ഉണർന്നാലും എന്ന് തുടങ്ങുന്നതാണ് ഈ സങ്കീർത്തനത്തിന്റെ അർത്ഥങ്ങൾ. അതിരാവിലെ ക്ഷേത്രങ്ങളിൽ കേൾക്കുന്ന ഈ സങ്കീർത്തനം ചിലപ്പോൾ സംഘപരിവാറുകാർ കേൾക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവർ ഈ രാവും പകലുമൊക്കെ പലതരത്തിലുള്ള വർഗീയതകൾ പറഞ്ഞും 2 വിഭാഗം മനുഷ്യരെ തമ്മിലടിപ്പിച്ചും അപരമത വിദ്വേഷം വളർത്തിയും ഒക്കെ ക്ഷീണിച്ച് തളർന്ന് ഉറക്കമായി കഴിഞ്ഞാൽ പിന്നെ അതിരാവിലെ ഉണരാനുള്ള സാധ്യത വളരെ കുറവാണ്. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാതുലം കർത്തവ്യം ദൈവമാന്തിതം ഉത്തിഷ്ഠോദിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത പ്രൈലോഹ്യം മംഗളം ഗുരു കമലാകുജ തിന്ദിന കുങ്കുമതോ നിയതാതുനി താതുല നീലതനോ. ഇവിടെ പ്രഭാതത്തിൽ കേൾക്കാം. സന്ധ്യയാകുമ്പോ ഒരുപാട് രാമ 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 പാകിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാകിമ. നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ഈ മതപണ്ഡിതന് ഒരു അഭിനന്ദനം നമ്മൾ കൊടുക്കണം. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ യുക്തിയുക്തമായ ഒരു കാര്യമാണ്. എല്ലാം പഠിക്കണം, ഒന്നിൽ മാത്രം ഒതുങ്ങരുത്. ഇവരുടെ പേരാണ് ലക്ഷ്മി കാനത്ത്. സോഷ്യൽ മീഡിയയിൽ തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി രാപ്പകൽ പണിയെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. തീവ്ര ഹിന്ദുത്വവാദിയായ കൃഷ്ണരാജ് വക്കീലിനെയും ഇവരെയും ഏതാണ്ട് ഒരേ കലപ്പയിൽ കെട്ടാൻ പറ്റുന്ന അത്ര മുന്തിയ ഇനം വർഗീയവാദികളാണ് ഇവരെല്ലാം. ഈ ലക്ഷ്മി ചേച്ചി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന വീഡിയോകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, മുമ്പ് വൈറലായ ഒരു ഷോർട്ട് ഫിലിമുണ്ട്. ഒരു പെൺകുട്ടി അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുറിയൊക്കെ തൊട്ട് വളരെ അച്ചടക്കത്തോടു കൂടിയും ഭവ്യതയോടുകൂടിയും ക്ഷേത്രത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് എല്ലാ കർമ്മങ്ങളിലും വളരെ അടക്കത്തോടെയും ഒതുക്കത്തോടെയും ആ പെൺകുട്ടി പങ്കെടുക്കുന്നു. എന്നിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശേഷം തിരിച്ചു പോയതിനേക്കാളും അച്ചടക്കത്തോടെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ ശേഷം റൂമിൽ കയറി വാതിലടച്ച് കഞ്ചാവ് വലിക്കുന്നു. വൈകിട്ടും ഇത് തന്നെ ആവർത്തിക്കുന്നു. ഇതുപോലെയാണ് ലക്ഷ്മി ചേച്ചി. അവർ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു കുറിയൊക്കെ തൊട്ട് ഹൈന്ദവ പുരാണങ്ങളിലെ ശ്ലോകങ്ങളും സങ്കീർത്തനങ്ങളും ഒക്കെ ഉരുവിട്ടുകൊണ്ട് നാടിന്റെ നന്മയ്ക്കും ഹൈന്ദവ സഹോദരങ്ങളുടെ ഐശ്വര്യത്തിനും വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്യുന്നു. എന്നിട്ട് സന്ധ്യ വരെ സോഷ്യൽ മീഡിയ വഴി പച്ച വർഗീയത പറയുന്നു. അപരമത വിദ്വേഷം നിറഞ്ഞ പോസ്റ്റുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ലക്ഷ്യം വെക്കുന്ന പോസ്റ്റുകളിലാണ് ചേച്ചിക്ക് താല്പര്യം.
നമ്മുടെ അർജുനെ രക്ഷിക്കാൻ മനാഫ് കർണാടകയിൽ പോയ സമയത്ത് നാട്ടിലുള്ള അദ്ദേഹത്തിന്റെ കച്ചവട സാധനങ്ങളൊക്കെ ആരൊക്കെയോ കയ്യേറിയെന്ന് പറഞ്ഞ് വാർത്ത വന്ന സമയത്ത് അതിൽ പോലും ഹിന്ദു മുസ്ലിം വർഗീയത പറഞ്ഞ് രംഗത്ത് വന്ന മുതലാണ് ഈ ചേച്ചി. ഇതാണ് ഇവരുടെ പരിപാടി. എന്നിട്ട് സന്ധ്യയാകുമ്പോൾ വീണ്ടും കുളിച്ച് കുറിയൊക്കെ തൊട്ടിട്ട് ഹൈന്ദവ പുരാണങ്ങളും രാമായണവും മഹാഭാരതവും ഒക്കെ എടുത്തു വെച്ചിട്ട് ഭയങ്കരമായ ഭക്തിയും ജനങ്ങളുടെ സന്തോഷത്തിനും നാടിന്റെ നന്മയ്ക്കും ഹൈന്ദവരുടെ ഉന്നമനത്തിനും ഒക്കെ വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥനകളും പൂജകളും ചെയ്തുകൊണ്ടുള്ള വീഡിയോ യൂട്യൂബിൽ പങ്കുവെക്കും. ശരിക്കും പറഞ്ഞാൽ കബീർ ബാക്കവിയുടെ ഈ പ്രസംഗം മൊത്തത്തിൽ കേട്ടിരുന്നെങ്കിൽ സംഘികൾ ഒരിക്കലും ആ ഭാഗം ഷെയർ ചെയ്യില്ലായിരുന്നു. കാരണം ആ പ്രസംഗത്തിൽ ഉടനീളം അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത് നീതി എന്ന വിഷയത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ കൊടിയ അനീതി നേരിടുന്ന ഫലസ്തീനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. 1948 മുതൽ നീതി നിഷേധിക്കപ്പെട്ട് ഇരുട്ടിലോട്ട് തള്ളിവിടപ്പെട്ട ഒരു ജനതയുടെ നിസ്സഹായമായ നിലവിളിയുടെ മുമ്പിൽ, അതേ ഫലസ്തീൻ മക്കളുടെ നിലവിളികളുടെ മുമ്പിൽ, ഒരു സമൂഹത്തിനോടോ ഒരു വിഭാഗം ജനങ്ങളോടോ നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിൽ അവരോട് അനീതി പ്രവർത്തിക്കാൻ ആ വെറുപ്പ് കാരണമാകരുത് എന്ന് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഭരണാധികാരികളെ ലക്ഷ്യം വെച്ച് അദ്ദേഹം പ്രസംഗിച്ചു. വർത്തമാനകാല ഇന്ത്യയിൽ നീതി എന്ന വിഷയം വളരെ പരമപ്രസക്തമായ ഒന്നാണ്. ഏതെങ്കിലും ഒരു ജനതയോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് അനീതി കാണിക്കരുത്, നിങ്ങൾ അവരോട് നീതി കാണിക്കണം. ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങൾ നേരിട്ട അക്രമത്തെക്കുറിച്ചും കലാപത്തിന് ശേഷം മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വന്ന അനീതിയെക്കുറിച്ചും ബിൽക്കീസ് ബാനു നേരിട്ട അക്രമത്തെക്കുറിച്ചും അനീതിയെക്കുറിച്ചും ഒക്കെ വളരെ ആഴത്തിൽ അദ്ദേഹം ആ പ്രസംഗത്തിൽ സംസാരിക്കുന്നുണ്ട്. ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘപരിവാർ തങ്ങളെ ചോദ്യം ചെയ്യുന്ന, തങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആ പ്രസംഗത്തിന്റെ സിംഹഭാഗവും കേൾക്കാതെ കൗസല്യ സുപ്രജാരാമ എന്ന് കേട്ടപ്പോൾ ഏറുകൊണ്ട പന്നിയെപ്പോലെ ഓടി വന്ന് ഷെയർ ചെയ്തതാണ്. ഒരു മുസ്ലിം പണ്ഡിതൻ ഹൈന്ദവ സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രസംഗിച്ചതാണ് സംഘപരിവാറുകാരെ ഇത്രയധികം ആവേശം കൊള്ളിക്കുന്നതെങ്കിൽ 90കളിലേക്ക് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ എടുത്തു നോക്കിയാൽ അവരവരുടെ മതത്തേക്കാൾ കൂടുതൽ മറ്റു വിശ്വാസധാരകളെക്കുറിച്ചും ജ്യോതിശാസ്ത്രം, ഗോളശാസ്ത്രം എന്ന് വേണ്ട പ്രപഞ്ച സത്യത്തിലെ ഒട്ടുമിക്ക വിഷയങ്ങളെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. എന്നെ 9ാം ക്ലാസ്സിൽ ട്യൂഷൻ എടുത്തിരുന്ന മോനായി എന്ന് പറയുന്ന അധ്യാപകൻ ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ മതപണ്ഡിതന്മാർ എവിടെ പ്രസംഗിക്കുന്നത് കണ്ടാലും ഞാനത് പോയി കേൾക്കാറുണ്ട്. കാരണം അത്രത്തോളം അറിവുകളാണ് അവരുടെ പ്രസംഗങ്ങളിൽ നിന്നും കിട്ടാറുള്ളത്. ഇപ്പോൾ സംഘികൾ ആഘോഷമാക്കിയിരിക്കുന്ന ബാക്കവിയുടെ ഈ സങ്കീർത്തനം ചൊല്ലൽ അദ്ദേഹം പല വേദികളിലും പ്രസംഗിക്കുമ്പോൾ ആളുകൾ വീണ്ടും വീണ്ടും അത് ചൊല്ലാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി കൂടി സംഘികൾ കേൾക്കണം. കാരണം അത് നമ്മുടെ സമകാലീന ഇന്ത്യയുടെ ഭീകരമായ വിഭജിക്കപ്പെട്ട മുഖം കാണിച്ചു തരുന്നുണ്ട്. എവിടെ പാടിയത് പാടും. ഞാനതൊരു പ്രസംഗത്തിന്റെ ഇടയിൽ വളരെ അവിചാരിതമായിട്ടൊന്ന് പാടിയതാണ്. ഇതിനകത്ത് ഇപ്പൊ എത്ര വലിയ അത്ഭുതം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്ന ഒരു വലിയ അപകടത്തെയാണ് ഇത് സൂക്ഷിക്കുന്നത്. ഞാൻ ഇന്നലെ കർണാടകയിൽ പോയപ്പോ എന്റെ സുഹൃത്തുണ്ട് അസീസ്, അവരെന്നെ കാണിച്ചു. കന്നഡ ഭാഷയിൽ അവിടുത്തെ ഒരു ഹിന്ദു ചാനൽ അവർ എഴുതിയിരിക്കുകയാണ്, ഗുരുവേ, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഇവിടെ വർഗീയത അവസാനിക്കും എന്ന് പറഞ്ഞത് അവർ ഈ ക്ലിപ്പ് ഇറക്കാണ്. എനിക്ക് കന്നഡ അറിയില്ല, അപ്പൊ അവനെനിക്ക് വായിച്ചു. എന്തായാലും കബീർ ബാക്കവിയോട് പറയാനുള്ളത് ഇതാണ്: RSSകാരന്റെ ആദരവ് നിങ്ങൾ മുഖവിലക്കെടുക്കേണ്ടതില്ല. താങ്കളുടെ പ്രസംഗം മുസ്ലിങ്ങൾ മാത്രമല്ല കേൾക്കുന്നത്, ഹൈന്ദവരും ക്രൈസ്തവരും അടങ്ങിയ വലിയൊരു ജനവിഭാഗം ആളുകൾ താങ്കളുടെ പ്രസംഗം കേൾക്കുന്നുണ്ട്, അതിൽ നിന്നും അറിവുകൾ സ്വാംശീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും താങ്കൾക്ക് അർഹിച്ച അംഗീകാരവും ആദരവും തരുന്നുണ്ട്. അക്കൂട്ടത്തിൽ RSSന്റെ ആദരവ് കൂടി താങ്കൾ വാങ്ങിവെച്ചാൽ അത് ഇരുമ്പിനെ തുരുമ്പ് നശിപ്പിക്കുന്നത് പോലെയോ ചെമ്പിന്റെ തിളക്കത്തെ ക്ലാവ് കെടുത്തിക്കളയുന്നത് പോലെയൊക്കെയുള്ള ഒരു ഏർപ്പാടായിരിക്കും. അതുകൊണ്ട് താങ്കൾ സൂക്ഷിക്കുക.